എ ടു സെഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് കാലം കൊണ്ട് ഫുഡ് വ്ലോഗ് ചെയ്യുന്നില്ലെന്നല്ല, നമ്മൾ ഈ ഇടയ്ക്ക് ഒരെണ്ണം ചെയ്തായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു പൊതുവേ ഫുഡ് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. അപ്പോൾ വീണ്ടും നമ്മൾ ഫുഡ് വ്ലോഗ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഒരു കഴിക്കുന്ന ഒരു സാധനം മേടിക്കുന്ന ഒരു വീഡിയോ ആണ് പോകുന്നത്. ഇന്നത്തെ ഏറ്റവും വലിയ വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ഹോട്ടലിലൊന്നുമല്ല പോകുന്നത്, ITBP ക്യാമ്പിലാണ് നമ്മൾ പോകുന്നത്. നമ്മളിന്ന് സമൂസ മേടിക്കാൻ ITBP ക്യാമ്പിലാണ് പോകുന്നത്. ഒരു വെറൈറ്റി അല്ലയോ? നിങ്ങൾക്കറിയാമായിരുന്നോ നൂറിനാട് ITBP ക്യാമ്പിൽ സമൂസ കിട്ടുന്നത്? എനിക്കറിയത്തില്ലായിരുന്നു. ഇന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ എന്തുവായാലും പോയി പരീക്ഷിച്ച് നോക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് തൊട്ടടുത്ത് പാറ ജംഗ്ഷൻ നിങ്ങൾക്കറിയാമല്ലോ, ITBP ബറ്റാലിയൻ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി സമൂസ മേടിക്കാം. അങ്ങനെ ഞങ്ങളുടെ കുറച്ചു കാലത്തെ ആഗ്രഹമായിരുന്നു ഒരു പട്ടാള ക്യാമ്പ് വരണമെന്ന്. അങ്ങനെ അത് ഏകദേശം സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഞങ്ങളുടെ ക്യാമ്പിൻ്റെ ഫ്രണ്ട് വന്നു. ഞങ്ങൾക്ക് ജോലിയൊന്നും കിട്ടിയിട്ട് വന്നതല്ല, സമൂസ കഴിക്കാൻ വന്നതാണ്. പിന്നെ ഇവിടെ നമ്മൾ ഐഡിയും കാര്യങ്ങളൊക്കെ വേണമെന്നാണ് നമ്മൾ അറിഞ്ഞത്. ആൻഡ് ഈ ഗേറ്റിൻ്റെ അവിടെ ഐഡിയും കാര്യങ്ങളും കാണിച്ചാലേ നമ്മളെ കയറ്റി വിടത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ വക്കത്ത് വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ പ്രോപ്പർ ഡ്രസ് കോഡിലൊക്കെയാണ് വന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് ഇവിടെ തിരക്കിയപ്പം നമുക്ക് ഈ സെക്യൂരിറ്റി റീസൺ കാരണം ക്യാമ്പിൻ്റെ ലേ ഔട്ടോ അകത്തെ ബിൽഡിങ്സിനെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ജസ്റ്റ് ഈ സമൂസയുടെ മേക്കിങ്ങിൻ്റെ വീഡിയോ മാത്രം കാണിക്കാനുള്ളൊരു പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അതകത്തെ ആ റൂമിൽ വെച്ച് മാത്രമുള്ളൂ, വേറെ വെളിയിലേ ഒന്നും ഷൂട്ട് ചെയ്യുന്നില്ല. തൽക്കാലം അത്ര നമുക്ക് കാണിക്കാൻ നിർവാഹമുള്ളൂ. ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. അതിപ്പം നെക്സ്റ്റ് അതിൻ്റെ തുടക്കത്തെ പ്രൊസീജിയർ ആയതേ ഉള്ളൂ, മൈദ കുഴച്ച് തുടങ്ങിയതേ ഉള്ളൂ. ഇനി നമ്മുടെ മെയിൻ സാധനമായ മസാലയൊക്കെ വെച്ച് തുടങ്ങിയിട്ടില്ല, അത് സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അതെല്ലാം നമ്മൾ കാണിക്കും കേട്ടോ, വെയിറ്റ് ചെയ്യും. മെയിൻ സാധനം അകത്ത് വരുന്നു ഇല്ലേ, അതിലാ ടേസ്റ്റ്. ഇത് ഒത്തിരി അങ്ങ് കുഴമ്പ് വരുമോ ആവരുത് ഇല്ലേ? നമ്മൾ ടൈറ്റ് ചെയ്യണം. ഇത്രയും കൊണ്ട് 80 ഇത് ഉണ്ടാക്കാൻ പറ്റുമോ? 55. മസാലയുടെ പ്രിപ്പറേഷനാണ് കേട്ടോ. കാരണം കുഴച്ചൊക്കെ വെച്ച് ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ മാറ്റി വെച്ചേക്കും മൈദയൊക്കെ. നമ്മൾ നൈസായിട്ട് മസാല തുടങ്ങും. ജീരകം, മല്ലി, കപ്പലണ്ടി, ഇത് പച്ചക്കപ്പലണ്ടി ഇതല്ലേ ഇതായിട്ട് പച്ചമുളക് അരിഞ്ഞു, ഉപ്പോ നാട്ടിലെ സമോസ ഇറച്ചി, അതോ മല്ലിപ്പൊടി, കറിവേപ്പില, രണ്ടുമുണ്ടോ? അങ്ങനെ മസാലയുടെ ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞു. ഇനി നമ്മൾ ഉരുളക്കിഴങ്ങിനകത്ത് സെറ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെയാണ്. പിന്നെ ആ മസാലയ്ക്കകത്ത് ഉള്ളിയും കൂടി ഇട്ടു. പിന്നെ സ്പെഷ്യൽ സാധനം കണ്ടല്ലോ, മഞ്ഞപ്പൊടി കേട്ടോ. പിന്നെ ഈ വീഡിയോക്ക് ചെറുതായിട്ട് ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കാണും കേട്ടോ. റൂമിനകത്താണ്ട് അത്രയും വെട്ടവും മഴ കൂടുന്നുണ്ട്. അതുകൊണ്ട് അതിനൊരു ക്ഷമ വയ്ക്കുന്നത് കേട്ടോ. ആ മസാലയ്ക്കകത്ത് പിന്നെ ഉള്ളിയും കൂടി ഇട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് നമ്മൾ ഉരുളക്കിഴങ്ങ് പൊളിച്ച് അതിനകത്തോട്ട് ഇടുവാണ്. ഇപ്പം നമ്മൾ 2 കിലോ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ പകുതി. ഇപ്പം 2 കിലോ ഉരുളക്കിഴങ്ങാണെങ്കിൽ 1 കിലോ മൈദ എടുക്കണം. ഉരുളക്കിഴങ്ങ് പൊളിച്ചിട്ടിട്ട് ഇനി മസാലയും കൂടെയുള്ള മിക്സിംഗ് ആണ് കാണുന്നത്. അങ്ങനെ ചേരുവ ഗരം മസാലയും കൂടെ ചേർത്തു. ഇപ്പം ഞാൻ മണം വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് മസാല ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിനകത്ത് വെക്കണമല്ലോ, ഇനി ആ പരിപാടിയിലേക്കാണ് പോകുന്നത്. നീളത്തില് നമ്മൾ ഈ ചെറുതിലോട്ടെ ചെല്ലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ സമൂസയുടെ ഷേപ്പ് എങ്ങനെ ഈ കറക്റ്റ് ഈ ട്രയാങ്കിൾ രൂപത്തിലാവുമെന്ന്? എനിക്ക് ചെറുതിലോട്ടുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ, അതെങ്ങനെയാണെന്ന് കാണണമെന്ന്. നമുക്ക് ആ ഡൗട്ടും കാര്യങ്ങളും തീർത്ത് തരാം. മൈദക്കകത്ത് അത് മുക്കിയെടുക്കണം, നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ. ഇനി നമ്മുടെ മൈദ എടുത്തു, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സോഫ്റ്റ് ആക്കാൻ വെച്ചിരുന്ന മൈദ എടുത്ത് ഇനി അത് ഷീറ്റ് പോലെ ടൈറ്റ് എടുക്കുക. സാധാ രീതിയിലല്ല, നീളത്തിലാ തരത്തൻ്റെ അല്ലേ, ഷേപ്പിന് ഉള്ള രീതിക്കായിരിക്കും. എന്നിട്ട് മുറിക്കുക. അത് മുറിക്കുന്നേ 2 പീസ് വരും. അപ്പോൾ ഇത് 2 സമോസയാണ്. നമ്മളെ പരത്ത് വെച്ച അത് ഷീറ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് അതിനെ. ഇനി നമ്മുടെ ഫില്ലിംഗ് ആണ് നമ്മൾ കൗതുകത്തോടെ ഇങ്ങനെ കാണാനിരിക്കുന്നത്. എന്താ വെള്ളം സോഫ്റ്റ് ആക്കി അല്ല ഒട്ടിയിരിക്കാം. ഇതാണ് ത്രികോണം. കാണുമ്പോ എന്തൊരു എളുപ്പം.
ചെയ്തു നോക്കണം കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ചെയ്തു നോക്കണം കേട്ടോ. കറക്റ്റ് സുഖിയം പോലെ ഇരിക്കും. വടക്കേ സമൂസയുടെ വടക്കേന്ന് വെച്ചാൽ വടക്കേ വീട്ടിലെ വടക്കേ ഇന്ത്യയിലെ സമൂസ. നമ്മുടെ സമൂസ അങ്ങനെ എണ്ണക്കകത്തിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം, എണ്ണ ഒരുപാട് ചൂടാവുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വെളിച്ചെണ്ണക്കകത്ത് വറുക്കാനും പറ്റില്ല. ഇപ്പൊ നമ്മള് സൺഫ്ലവർ ഓയിൽ കേട്ടോ. ഇത് ഒത്തിരി നേരം ഇടണോ? കുറച്ച് എണ്ണ ചെറിയ ചൂടല്ലേ, അപ്പം നന്നായിട്ടൊന്ന് വേവുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇനി ഞാനാ കേട്ടോ എല്ലാം. ഇനി മെയിനായി എല്ലാം പഠിച്ച് ഇനി നമ്മൾ 5 മിനിറ്റ് ഇത് എണ്ണക്കകത്തിട്ട് 5 മിനിറ്റ് കഴിയുമ്പോഴത്തെ സാധനം സെറ്റാണ്. പിന്നെ കഴിച്ചാൽ മതി. അതുകൊണ്ട് അൽജുമൊക്കെ ഇവിടെ കിടന്ന് ചാടുന്ന സമൂസ താന്നും പറഞ്ഞു. ലൈറ്റ് ചൂടായതാണ് ചെയ്യുന്നത്. അത്രയും നേരം ഞാൻ ചെറിയ മണമൊക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചെയ്യണ്ടായത് പിന്നെ സെറ്റ് ആക്കണം. നമ്മളിനി പോയി ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. മഞ്ഞപ്പൊടിയാണ് ഇതിൻ്റെ മെയിൻ ഒരു സാധനം. പിന്നെന്തുവായിരുന്നു? പിന്നെ മസാല എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പോയി ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ കാത്തിരുന്ന് വറുത്തെടുത്തു. ചൂട് സാധനം എല്ലാവരും പോയി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിനി വെളിയിൽ പോയിരുന്ന് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. കുറച്ച് നാളത്തെ വലിയൊരു ആഗ്രഹമായിരുന്നു പട്ടാള ക്യാമ്പിൽ നിന്ന് 5-6 സമൂസ മേടിക്കണമെന്ന്. അങ്ങനെ കുറച്ച് കാലത്തിന് ശേഷം നമുക്ക് സാധനം കൈ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഇച്ചിരി വിശന്നോണ്ടേ ഒരു മണം അടിച്ചപ്പം ഒരു 20 എണ്ണമാണ് മേടിച്ചത്. ഇപ്പോൾ 17 ഉള്ളു. അത് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കഴിച്ചു പോയി. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇത് നൂറിനാട്ട് ITBP ക്യാമ്പാണ്. നമ്മുടെ നൂറിനാട് ആർക്ക് വേണമെങ്കിലും നമുക്ക് ഈ ക്യാമ്പിൻ്റെ സമൂസ കിട്ടും. പക്ഷെ നമ്മൾ രാവിലെ വന്ന് നേരത്തെ വന്ന് ഇവിടെ പറയണം. ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വന്നിട്ട് ഈ ഗേറ്റിൻ്റെ അവിടെ നമ്മുടെ ഐഡിയും കാര്യങ്ങളൊക്കെ കാണിച്ച് അകത്ത് കയറിയാൽ മാത്രമേ നമുക്ക് ഈ സാധനം കിട്ടത്തുള്ളൂ. പിന്നെ നേരത്തെ പറയാതെ ഒരിക്കലും നമുക്ക്, അപ്പോൾ ഹോട്ടലല്ല ഇത്, നേരത്തെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് കിട്ടുകയുള്ളൂ. പിന്നെ ഈ സമൂസ മാത്രമാണോന്ന് ചോദിച്ചാൽ അല്ല, നമ്മൾ രാവിലെ പറഞ്ഞാൽ വൈകിട്ട് ജിലേബിയും കിട്ടും. പിന്നെ അത്യാവശ്യം നമുക്ക് ഈ സ്റ്റേഷനറി സാധനങ്ങൾ ഇവിടുത്തെ ക്യാൻറ്റീനിൽ ലഭ്യമാണ്. പിന്നെ ചുമ്മാ ഈ കടയിലൊക്കെ പോകുന്നതിൻ്റെ തൊട്ട് ഇവിടെ വന്നാൽ ഇവിടെ പിടിച്ചങ്ങോട്ട് മാറ്റി നിർത്തും. അതുകൊണ്ട് ഡ്രസ് കോഡൊക്കെ ഉണ്ട്. പാൻറ് ആയിരിക്കണം, പിന്നെ മാസ്ക് എന്തുവായാലും വേണം, പിന്നെ നല്ല ടീഷർട്ട് കാര്യങ്ങൾ, ഷർട്ടാണെങ്കിൽ അത്, പിന്നെ വണ്ടി വരുമ്പോൾ ചിലരാണെങ്കിൽ ഹെൽമെറ്റ് ഉണ്ടോയെന്ന് വരെ ചെക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഡ്രസ് കോഡ് മസ്റ്റാണ്. പിന്നെ ID കാർഡ്, ഞാൻ പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് കാര്യങ്ങളും അല്ലാതെ ആധാർ കൊണ്ടുവരുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ചോദിച്ചത് ആധാറാണ്. എൻ്റെ മാത്രമേ ഉള്ളായിരുന്നു ആധാർ. കാരണം പുള്ളി മെയിൻ ഇരിക്കുന്ന ഗേറ്റിൽ ഇരിക്കുന്ന ഓഫീസർ ആധാർ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയാണ്. ഇത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സമൂസയ്ക്ക് 8 രൂപയേ ഉള്ളൂ. പിന്നെ ക്യാമ്പിൻ്റെ അകത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾക്കറിയാമല്ലോ, അവിടെ ക്യാമറ പ്രൊഹിബിറ്റഡ് ആണ്. നമ്മൾ പൊതുവേ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു നമുക്ക് ഈ പട്ടാള ക്യാമ്പിലും കാര്യങ്ങളൊന്നും നമുക്ക് സാധാരണക്കാർക്ക് കയറാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെയല്ല, പ്രോപ്പർ ഐഡിയും കാര്യങ്ങളും ഡ്രസ് കോഡും ഉണ്ട്, ആർക്ക് വേണമെങ്കിലും ഇവിടെ കയറാം. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ സാധനങ്ങളൊക്കെ ഭയങ്കര വിലക്കുറവാണ്. ഇപ്പോൾ ഈ സമൂസ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കടയിൽ ഒരു നോർമൽ സമൂസയ്ക്ക് എനിക്ക് തോന്നുന്നു 10 മേടിക്കുന്നവരുണ്ട്, 9 മേടിക്കുന്നുണ്ട്, അങ്ങനെ പല റേറ്റാണ്. ഇവിടെ ഈ വടക്കേ ഇന്ത്യയിലെ സമൂസയായിട്ട് ഇവിടെ 8 രൂപ മാത്രമാണ് റേറ്റ്. പിന്നെ സമൂസ മാത്രമാണോ? അല്ല, ജിലേബി ഉണ്ട്. 1 കിലോ ജിലേബി 60 രൂപ. അതാകുമ്പോൾ അവിടെ തേനൊക്കെ ഇങ്ങനെ ഒലിക്കുന്നത്. അത് നമുക്ക് വേറെ ദിവസം കാണിക്കാം. ഇപ്പം നമ്മൾ ആൾക്കാരെ രാവിലെ വന്നുകൊണ്ട് സമൂസയേ ഉള്ളൂ. പിന്നെ നേരത്തെ ബുക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഡ്രസ് കോഡും ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഇത് കഴിക്കുന്ന ഭാഗത്തിലേക്ക് കിടക്കാം. പാപ്പാ നിങ്ങൾക്കറിയാമല്ലോ, നമ്മളെപ്പോഴും ഒരു വെറൈറ്റി സ്ഥലത്തൊക്കെ ഇരുന്നേ കഴിക്കാറുള്ളൂ. ഇന്ന് നമ്മൾ പടനിലത്തെ നടുവിലെ മുറിയിലുള്ളൊരു കുളത്തിൻ്റെ സൈഡിലാണ്. ഒന്ന് കാണിച്ചാലോ ഇവിടെ ദാജിലുമൂട് മിക്ക ഫോട്ടോഷൂട്ടിനൊക്കെ ഇപ്പം എല്ലാവരും കാണുന്ന ഒരു സ്ഥലമായിരിക്കും അത്. നമുക്ക് ഇത്രയും നല്ലൊരു സ്ഥലത്തിരുന്ന് ഈ സമൂസ ആണ്ട് ഇവനാണല്ലോ കുറേ അങ്ങ് തിന്ന് കേട്ടോ. ഇപ്പം എത്രാമത്തെ 20 എണ്ണം മേടിച്ചതാണ്. നോക്കിയില്ലാത്ത ഇപ്പം എത്ര എണ്ണം ബാക്കിയുണ്ടെന്ന്. എന്താ കൊതിയനാണ് നീ. അപ്പം നമ്മൾ പിന്നെ ബാക്കിയുള്ള സമൂസ എങ്ങോട്ട് പോകുന്ന ഞാൻ പറയണ്ടല്ലോ. ഇനിയും ബാക്കി നമുക്ക് കഴിച്ചു പോകാം കേട്ടോ. എങ്ങനെ അഭിപ്രായം പറയണ്ടായോ. ഇതിനോടൊരു ചട്നി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിൽ നിന്ന് പെട്ടെന്ന് പോരേണ്ടതുകൊണ്ട് നമ്മളത് മേടിച്ചില്ല. ഇനി കഴിച്ചു നോക്കാം. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് നമുക്ക് പറയാം. സമൂസ ഞാൻ പറഞ്ഞല്ലേ, ഇത് നോർമൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സമൂസയല്ല. മറ്റേ നമ്മുടെ പണ്ട് ഹൈസ്കൂളിൽ കൽക്കട്ട കഫേ എന്നൊക്കെ പറഞ്ഞൊരു കടയുണ്ടായിരുന്നു, മറ്റേ വടക്കേ ഇന്ത്യയിലെ സമൂസ കിട്ടുന്നത്. ആ ഒരു മോഡൽ സമൂസയാണ്. ഈ ഒരു ഭാഗത്തെങ്ങും എൻ്റെ ഒരു അറിവ് ഇത് കിട്ടത്തില്ല. കുറേ കടയിൽ പോയിട്ടുണ്ടെങ്കിലും ഉണ്ടോ വില? ഇല്ലല്ലോടാ, ഇല്ല. അപ്പോൾ ITBP ക്യാമ്പിലെ മാത്രം സ്പെഷ്യൽ സാധനം അടുത്ത് തിന്നാൻ വന്നേക്കുക. എന്തുവാടാ ഇതൊക്കെ? ഇതൊക്കെ ഇത് വിഷയമാണ് കേട്ടോ. എല്ലാം കൂടെ കഴിച്ചാൽ കഴിച്ചു പോയി കേട്ടോ. ചൂട് പോയോടാ? ചൂടുണ്ട് എടാ. ഇനി ചട്ടിയൊന്നും വേണ്ടടാ, കിടുന്ന സാധനം. ഞാൻ മറ്റേ നോർമലാണ്, മറ്റേ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു പരിപാടിയായത്.
ഈ സാധനം എന്താണ് ഈ കവറിങ്ങിന് വരെ വേറൊരു ടേസ്റ്റാണ്. മറ്റേ സാധനം ഇല്ലാതാണ് ഞാൻ സാധനം ഇല്ലാതെ കഴിച്ചു. കണ്ടോ ഒരു മടുപ്പും പറ്റില്ല. ഈ കപ്പലണ്ടി ഒക്കെ ഉണ്ടല്ലേ? കപ്പലണ്ടി ആണ്. കപ്പലണ്ടി ഉരുളക്കിഴങ്ങ് എന്തോന്ന് തരത്തില്ല. കൊള്ളാമല്ലയോ? നല്ല ക്രിസ്പിയാ. എങ്ങനെയുണ്ടാ? ഇപ്പം കൊള്ളത്തിട്ട് പറഞ്ഞാൽ ഇടിക്കും. എത്രാമത്തെയാണെന്ന് അറിയാം ഇത്. നല്ല മണമാണ് കേട്ടോ, നല്ല മണമാണ്. ഇപ്പം കണ്ടത് എന്തായാലും മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അത് ITBP ക്യാമ്പിലെ സമൂസ. അത് മേടിക്കുമ്പോൾ തന്നെ നമുക്കൊരു വെറൈറ്റി ഫീലാണ്. ക്യാമ്പിലൊക്കെ ചെന്ന് നമ്മൾ ID കാർഡൊക്കെ കൊടുത്ത് ഡ്രസ് കോഡൊക്കെ ചുറ്റി ചെന്ന് സാധനം മേടിച്ചിങ്ങോട്ട് വന്ന് തിന്നുമ്പോൾ ആ ഒരു പേടിയൊക്കെ അങ്ങ് മാറി. നല്ല ടേസ്റ്റാണ്. പിന്നെ രാവിലെ ഞാൻ പറഞ്ഞല്ലോ, അത് മറന്നു പോയി. നേരത്തെ എന്ന് പറഞ്ഞാലേ കിട്ടത്തുള്ളൂ, സമയത്ത് പറഞ്ഞാൽ ഒരിക്കലും കിട്ടത്തില്ല. ജിലേബി ആണെങ്കിലും സമൂസ ആണെങ്കിലും. നമ്മളെ ഇപ്പോൾ ഈ സമൂസ മേടിക്കാനെന്ന് പറഞ്ഞാൽ നോർമൽ ഫ്രണ്ട് ഗേറ്റിൽ ചെന്നിട്ട് പറഞ്ഞാൽ അവരുടെ ആയിരിക്കും എല്ലാം കേൾക്കും കേട്ടോ. നമുക്ക് സമൂസ വേണേൽ പുറകെ സിവിലിയൻസിന് കയറാൻ ഒരു ഗേറ്റ് ഉണ്ട്. മറ്റേ സൈഡിൽ കൂടെ പോകണം. എന്ന് വെച്ചാൽ പാറ ജംഗ്ഷന് വന്നിട്ട് അകത്തോട്ട് പോയി സൈഡ് ഗേറ്റ് അവിടെ ചോദിച്ചാൽ മതി സിവിലിയൻസ് കയറാനുള്ള ഗേറ്റ്. അതുവഴി ചെന്ന് ID കാണിച്ചാൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. പിന്നെ ഈ സമൂസ എണ്ണം കണക്കിനും മറ്റേത് കിലോ കണക്കിനുമാണ്. പിന്നെ ഒരു വടക്കേ ഇന്ത്യൻ സമൂസ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ, കാരണം ഇവിടെ എങ്ങും ഈ ഒരു ഏരിയയെ തിരക്കിയാൽ ഇങ്ങനെ ഒരു സമൂസ കിട്ടത്തില്ല. അങ്ങനെ ഇഷ്ടപ്പെടുന്നവരും ഉറപ്പായിട്ടും ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. കാരണം ആ ടേസ്റ്റ് നമുക്ക് ഇവിടെ എന്ത് പറയുന്നത്, ഇവിടെ എങ്ങും ആ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാനോ ഒന്നും അനുഭവിക്കാനോ വേറൊരു കടയോ കാര്യങ്ങളോ എൻ്റെ ഒരു അറിവിലില്ല. ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അല്ല, ഈ കാണുമ്പോൾ തന്നെ നമ്മുടെ ഇവിടെ കിട്ടുന്ന സമൂസ പോലെ അല്ലല്ലോ ഇതിന്റെ കളറും ഈ ഷേപ്പ് കണ്ടോ? ഷേപ്പ് തന്നെ ഈ ലെയറിനെ കട്ടിയുണ്ട്, ഭയങ്കര കട്ടി. മറ്റേത് ചുമ്മാ പേപ്പറുമായിരിക്കും നമ്മളുള്ള. അതല്ല, ഈ മറ്റേത് ഒരു മടുപ്പ് വരും. ഇതങ്ങനെ മടുക്കുന്നില്ല, കഴിച്ചിട്ട് തിന്നാം. അതാ ഈ വടക്കേ ഇന്ത്യ സമൂസയുടെ ആയിരിക്കും. പിന്നെ ചമ്മന്തിക്ക് ഞാൻ നോക്കിയിട്ട് ചമ്മന്തിയുടെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഉറപ്പായിട്ട് ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണിത്. അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ, കാരണം ഞങ്ങൾക്ക് തീർക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരെ വീണ്ടും കാണുന്നവരെ ഞാനും അൽജു അമലും സൈനിങ് ഔട്ട്.